Hello everyone, welcome to the video. Regional Literature in English Translation എന്ന ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റാണ് ചർച്ച ചെയ്തത്. അടുത്ത ടോപ്പിക്കിലേക്ക് ഓറിയന്റലിസം ആൻഡ് ആഫ്റ്റർ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. Orientalism and after. In the previous class, we discussed how Indian literature, the term Indian literature, is a problematic term. And we also learned the history of Indian literature, especially from 19th century onwards. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദത്തിൻ്റെ ആ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകണം, ഓറിയന്റലിസം ആൻഡ് ആഫ്റ്റർ. Much of course has been written on Western Indology and the scholarship on Indian culture that it has generated. This especially after Edward Said's path-breaking critique of Orientalism was published in 1978. വെസ്റ്റേൺ കൾച്ചറിൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തിരുന്നു, 19ാം നൂറ്റാണ്ടിൽ വെസ്റ്റേൺ സ്കോളേഴ്സാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഈ ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ അതിനെ സാൻസ്ക്രിറ്റ് സാഹിത്യവുമായിട്ടാണ് ഇപ്പോഴും ബന്ധിപ്പിക്കുന്നത്. നമ്മൾ കണ്ടു അവർ വെസ്റ്റേൺ സ്കോളേഴ്സ്. അപ്പോൾ ഈ വെസ്റ്റേൺ ഐഡിയ ഓഫ് ഇന്ത്യ, വെസ്റ്റേൺ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ആർട്ട് ഓർ ലിറ്ററേച്ചർ, ഇതിനെക്കുറിച്ച് ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എഡ്വേർഡ് സെയ്ദിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം ഓറിയന്റലിസം മുതൽ 1978 പബ്ലിഷ് ആവുന്നത്. ഓറിയന്റലിസം, ഈ ഓറിയന്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അതൊരു കോൺസെപ്റ്റാണത്. ഒരു അക്കഡമിക് ഡിസിപ്ലിൻ ആയിരുന്നു, അത് ഒരു പഠന വിഷയമായിരുന്നു ഓറിയന്റലിസം. അത് യൂറോപ്പിലുള്ള സ്കോളേഴ്സ് ഇന്ത്യ പോലുള്ള പൗരസ്ത്യ ദേശങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ബയാസസ് ഉണ്ട്. ഒരുപാട് മേഖലകളിലെ ഓറിയന്റലിസ്റ്റ് സ്റ്റഡീസിൻ്റെ ഇടയിൽ തന്നെ എന്തുണ്ട്, നിരവധി പക്ഷപാതം നിറഞ്ഞ അപ്രോച്ച് ഉണ്ട്. നമ്മൾ സമീപകാലങ്ങളിൽ കണ്ടിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയ മതപരമായ വിഷയങ്ങൾ, നമ്മുടെ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് എന്താണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ ദേശീയത എന്നുള്ള ചോദ്യം, നമ്മുടെ പാരമ്പര്യം എന്താണ്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചിലരെങ്കിലും നമ്മുടെ വളരെ പിന്നോട്ടുള്ള, അതായത് ചരിത്രാതീത കാലത്തുള്ള പാരമ്പര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ പഴയ ചരിത്രവും ചരിത്രാതീത കാലത്തെ ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിനു മുൻപുള്ള അല്ലെങ്കിൽ വളരെ പണ്ടുള്ള ഇന്ത്യയുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇത്തരത്തിലൊരു മിത്തോളജിക്കലായിട്ടുള്ള ഒരു ഐതിഹ്യം നിറഞ്ഞ അല്ലെങ്കിൽ പൗരാണികത നിറഞ്ഞ ഒരു സംസ്കാരമാണ് ഇന്ത്യ. അതുപോലെ പൊതുവെ പൗരസ്ത്യ ദേശങ്ങളെല്ലാം തന്നെ മാജിക്കും മന്ത്രവാദവും അതുപോലെ തന്നെ ആനകളും ആനപ്പാപ്പാന്മാരും അത്ഭുത സംഗതികളും ഒക്കെയുള്ള, പറക്കുന്ന വിമാനങ്ങളും ഒക്കെയുള്ള ഒരു അത്ഭുത നാടാണ് എന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണം യൂറോപ്യൻ സ്കോളേഴ്സിൻ്റെ ഇടയിലും എഴുത്തുകാരുടെ ഇടയിലും ഒക്കെ ഇന്ത്യ പോലുള്ള കിഴക്കൻ രാജ്യങ്ങളെക്കുറിച്ച് പൊതുവിൽ ഉണ്ടായിരുന്നു. ഇതാണ് ഓറിയന്റലിസം എന്ന പുസ്തകത്തിൽ എഡ്വേർഡ് സെയ്ദ് വിമർശിക്കുന്നത്. One certainly cannot underestimate the enormous amount of research carried out on India by European Orientalists of the 18th and 19th centuries. എന്നാൽ അതേസമയം തന്നെ 18-19 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെക്കുറിച്ച് യൂറോപ്യൻ സ്കോളേഴ്സ് നടത്തിയ പഠനങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്രയധികം സമയവും അധ്വാനവും അവർ ചെലവഴിച്ചിട്ടുണ്ട്. Much of what would otherwise have been lost of classical Indian scholarship was salvaged by the painstaking research of scholars like Charles Wilkins, Albert Weber, William Jones, Henry Colebrooke, Nathaniel Halhed, Max Muller, Morris Winternitz, etc. ഇങ്ങനെ നിരവധി പേര് നശിച്ചു പോയേക്കാമായിരുന്ന ഇന്ത്യൻ പൗരാണിക എഴുത്തുകളെ, സാഹിത്യങ്ങളെ
പഴയ നമ്മുടെ സാഹിത്യകൃതികളെ, ആൻഷ്യൻ്റ് ഇന്ത്യൻ ക്ലാസിക്കുകളൊക്കെ പൊടിതട്ടിയെടുത്ത് സംരക്ഷിച്ചവരാണ് ശരിക്കും. ഇവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് നമ്മുടെ പഴയ കൃതികൾ, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും അതുപോലുള്ള നിരവധി കൃതികൾ ഇന്ന് നമുക്ക് വായിക്കാൻ കിട്ടുന്നത് ഒരുപക്ഷെ ഇവരൊക്കെ അതിനെ സംരക്ഷിച്ചത് കൊണ്ടാണ്. ഇവരുടെ ഗവേഷണങ്ങളുടെയൊക്കെ ഭാഗമായി അതിനെ ഇവർ അന്വേഷിക്കാൻ പുറപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിതൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉണ്ടാവൂ, എന്നെങ്കിലൊക്കെ ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടേക്കാമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. However, as several later scholars have pointed out, there is an important lacuna in their work plan and their output, which is too systematic and too consistent to be treated as an instance of casual oversight. എന്നാൽ ഒരു പ്രത്യേക കുറവ് ഇവരുടെ വർക്കിൽ, ഈ സ്കോളേഴ്സിൻ്റെ വർക്കിലുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കില്ല. അത് അവരുടെ നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയാണെന്ന് പറയാനും പറ്റില്ല. ദിസ് റിലേറ്റ്സ് ടു ദ ടാക്ടിക് concurrence that they gave to the division of Indian history into predominantly Hindu ancient India, a Muslim-dominated medieval India, and a British-dominated modern India. ഇപ്പം ഇത്തരത്തിലുള്ളൊരു ഡിവിഷനാണ് ഇവർ ഇന്ത്യയെ കുറിച്ച് ചെയ്യുന്നത്. അതാണ് ഈ ലാക്ക് എന്ന് പറയുന്നത്. കൃത്യമായൊരു ഹിസ്റ്ററി പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം ആൻഷ്യൻ ഇന്ത്യയിൽ ഹിന്ദുയിസമാണ്, മധ്യകാല ഇന്ത്യയിൽ മുസ്ലിം ഡോമിനേഷനാണ്, ആധുനിക ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഡോമിനേഷനാണ് എന്ന രീതിയിലുള്ള ഡിവിഷനാണ് ഇവർ ചരിത്രത്തിൽ ചെയ്യുന്നത്. അത്തരത്തിലാണ് ചരിത്രത്തിൽ ഇവർ വിഭജിക്കുന്നത്. Further, the general framework of their analysis assumed the real and valuable contributions to Indian literature were made in ancient India, that is, in the part of India prior to the Islamic conquest. മാത്രവുമല്ല, ഒരുപാട് ഈ പഴയകാല സാഹിത്യങ്ങളെ പഠിക്കുമ്പോൾ ഇവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിക് കോൺക്വസ്റ്റിന് മുമ്പാണ് ഇന്ത്യയിൽ മികച്ച സാഹിത്യകൃതികൾ ഉണ്ടായത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. വെരി ലിറ്റിൽ ഓഫ് ദ പ്രസൻറ്റ് ഓഫ് ലിറ്റററി ഇന്ത്യ ഇസ് എക്സ്പ്ലോർഡ് ഇൻ ദ ലിറ്റററി ഹിസ്റ്ററീസ് മെൻഷൻഡ് അപ്പോൾ. അതായത് ആധുനിക ഇന്ത്യയിലെ സാഹിത്യ നേട്ടങ്ങളെക്കുറിച്ചൊന്നും ഇവർ പരാമർശിക്കുന്നേ ഇല്ല. എല്ലാം പുരാതന ഇന്ത്യയിലാണ്. പഴയകാലത്ത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യ അത്ഭുതങ്ങളുണ്ട് എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. വെബേഴ്സ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഡിസ്കസസ് ഓൺലി ദ വേദിക് ആൻഡ് സാൻസ്ക്രിറ്റ് പീരീഡ്. കണ്ടോ, വേദിക് പീരീഡാണ്, വേദകാലഘട്ടവും സംസ്കൃത കാലഘട്ടവും മാത്രമാണ്, പ്രത്യേകിച്ച് ഇൻഡോ ആര്യൻ ലാംഗ്വേജ്. While Vernitz surveys Vedic and Upanishad literature as well as writings of classical Sanskrit and Prakrit in his history. ഇങ്ങനെ ഈ ഒരു ആൻഷ്യൻ പീരീഡാണ് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത്. Doing this, the two were only following the footsteps of Sir William Jones, Indologist and the founder of the Asiatic Society of Calcutta, who as early as 1786 had declared that in his studies he would be confining his researches downward to the Muhammadan conquest at the beginning of the 11th century, but extend them upwards as high as possible to the earliest authentic records of the human species. ഇപ്പോൾ വില്യം ജോൺസ് വരെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇസ്ലാമിക് കോൺക്വസ്റ്റ് ഇന്ത്യയിൽ വരുന്ന സമയത്ത്, മുഗൾ ഭരണമൊക്കെ വരുന്ന അതുവരെയാണ് ഇവർ പഠിക്കുന്നത്. അതിന് ബാക്കിലേക്കാണ് ഇവരുടെ പഠനം പോകുന്നത് എന്നാണ് പറയുന്നത്. Though some later scholars like George A. Grierson have deemed to consider specimen texts from the regional languages too, a good majority of early Indologists were resolutely opposed to the idea of treating works that belong to Indian regional literatures of the modern period as part of the Orientalist canon. അതിൽ ഗ്രിയേഴ്സൺ മാത്രമേ ഒരു വ്യത്യാസം എന്ന് പറയാൻ പറ്റും. അദ്ദേഹം റീജിയണൽ ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാൻ ആരംഭിച്ചു. എന്നാൽ മറ്റ് ഭൂരിപക്ഷം സ്കോളേഴ്സിനും ഇതിനോട് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ ഈ സാൻസ്ക്രിറ്റ് കൃതികളും അതുപോലെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള പൗരാണിക കൃതികളും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പ്രാദേശിക സാഹിത്യത്തെ ഇത്തരത്തിൽ ഓറിയന്റലിസ്റ്റ് പാരമ്പര്യത്തിനോട് ബന്ധിപ്പിക്കാൻ അവർ തയ്യാറായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. There are problems with Orientalism both in terms of theory and methodology that led to the assumption widespread among post-colonial thinkers today of the presence of a historically homogeneous other in parts of what is called the Third World, though one might find it difficult to concur on the basis of this with Aijaz Ahmad's assessment of it as a deeply flawed book. ഓറിയന്റലിസം എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്വേർഡ് സയ്യിദിൻ്റെ പുസ്തകം ഐജാസ് അഹമ്മദ് വിമർശിക്കുന്നത് ഇതൊരു തെറ്റായ സമീപനം പുലർത്തുന്ന പുസ്തകമാണെന്ന് തന്നെയാണ്. കാരണം ഓറിയന്റലിസം എന്ന പുസ്തകം നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ആശയം ഈ എല്ലാ കിഴക്കൻ രാജ്യങ്ങളും ഏകദേശം ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത്,
ഓറിയൻ്റലിസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ സ്കോളേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ ഇതൾ വിരിയുന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് വരുന്ന ഒരു ഈസ്റ്റേൺ രാജ്യം, എല്ലാ രാജ്യങ്ങളും ഈസ്റ്റേൺ ഭാഗത്തുള്ള കിഴക്കൻ രാജ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന മിഡിൽ ഈസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒരേ വെളിച്ചത്തിലാണ് എഡ്വേർഡ് സയ്യിദ് കാണുന്നത് എന്നൊരു വിമർശനം ഇജാസ് അഹമ്മദ് ഉന്നയിക്കുന്നുണ്ട്. An important reality that the book has allowed us to see is the deep ideological complicity between Orientalism and the project of colonialism. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും ഓറിയൻ്റലിസം എന്ന പുസ്തകം വായിക്കുമ്പോൾ എഡ്വേർഡ് സയ്യിദിൻ്റെ. ഈ ഉൾക്കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഓറിയൻ്റലിസം എന്ന കോൺസെപ്റ്റ് യൂറോപ്യൻ സ്കോളേഴ്സ് ഈസ്റ്റേൺ രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ച അവരുടെ പഠനം തന്നെ, അല്ലെങ്കിൽ അവരുടെ ഈ പഠന മേഖല തന്നെ കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. This indeed is a complex question on which much has been written by researchers, historians and social scientists of all persuasions, so that it might be well nigh impossible to summarize the arguments or keep track of the direction in which the research is progressing. ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട് ഈ മേഖലയിൽ നിന്നാണ് GN ദേവ് അഭിപ്രായപ്പെടുന്നത്. ഏത് മേഖലയിലേക്ക് പോകണമെന്ന് പോലും തിരിയാത്തത്ര രചനകളുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച്. ഇൻഫാക്ട് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ പവേഴ്സ് ഓൺ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡ്യൂറിംഗ് ദി 18th and 19th centuries might be said to have cast their shadow on the Orientalist discourse, though Sayyid has nothing to say on this. അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് പോസിബിൾ, സാധ്യതയാണ്, ദാറ്റ് ദ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ പവേഴ്സ്, 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റുമുണ്ട്. പല യൂറോപ്യൻ ശക്തികൾക്കും ഇന്ത്യയിൽ കണ്ണുണ്ടായിരുന്നു. ഫ്രാൻസിനും ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ബ്രിട്ടീഷുകാർക്കും ഒക്കെ. അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് ലാസ്റ്റിലേക്ക് അവസാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുടെ ഒരു വലിയ ഭാഗം സ്വന്തമാക്കിയത്. അതേപോലെ തന്നെ ഫ്രാൻസിനും ഇന്ത്യയിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ ലാൻഡ് ഉണ്ടായിരുന്നു ഫ്രാൻസിന്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഓറിയൻ്റലിസ്റ്റ് ഡിസ്കോഴ്സിൽ തന്നെ, ഓറിയൻ്റലിസ്റ്റ് ചർച്ചകളിൽ തന്നെ ഈ കൊളോണിയൽ സംരംഭങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. കൊളോണിയൽ കാലഘട്ടം ഓറിയൻ്റലിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. Whatever little has been done by recent researchers on this question is enough to indicate that this discourse was saturated from the very beginning with the claims and counterclaims of rival colonial powers, especially the English and the French in the Indian context. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒരു പക്ഷേ ഓറിയൻ്റലിസം എന്ന കോൺസെപ്റ്റിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. It is the presence of such competing interests that goes to make this body of knowledge ideological and its implicity with colonialism real. The Orientalists' refusal to recognize the value and authenticity of the several kinds of modern literature in Indian languages then is to be read as a manifestation of this complicity. ഇന്ത്യയുടെ പ്രാദേശിക സാഹിത്യത്തെ വായിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അത് റിലക്റ്റൻസ് ഓറിയൻ്റലിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. ഓറിയൻ്റലിസ്റ്റ് റിഫ്യൂസൽ ടു റെക്കഗ്നൈസ് ദ വാല്യൂ ഓഫ് മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചർ. മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ അംഗീകരിക്കാത്ത ഓറിയൻ്റലിസ്റ്റ്, ഇത് എന്തിൻ്റെ സൂചകമാണ്? ഓറിയൻ്റലിസ്റ്റ് എന്നിവിടെ സൂചിപ്പിക്കുന്നത് ആരെയാണ്? യൂറോപ്യൻ സ്കോളേഴ്സിനെയാണ്. ഓറിയൻ്റലിസ്റ്റുകളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് വേഴ്സസ് ഇംഗ്ലീഷ് എന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരുപക്ഷെ സ്വാധീനം കൊണ്ടാവാം എന്നതാണ് സൂചിപ്പിക്കുന്നത്. പഴയ കാലത്തെക്കുറിച്ച് മാത്രമുള്ള ancient Indian literature മാത്രം പഠിക്കുന്ന ഒരു രീതി. One of the general studies on Indian literature by the Indologist Edwin Arnold entitled Literature of India was issued in 1902 from a press in New York called the Colonial Press. The suggestion might sound a little too cynical, but it would not be altogether absurd to say that Colonial Press would have made a suitable imprint for a great deal of the ideological material published during the period even outside the New York press. കൊളോണിയൽ പ്രസ് എന്ന ഒരു പ്രസ്സിലാണ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ എന്ന ആർണോൾഡിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തത്. ആ പേര് തന്നെ ഒരല്പം
എന്താണ് എന്താണ് അബ്സേർഡാണ്. കാരണം ആ പേര് ഒരു പ്രസ്സിൻ്റെ പേര് മാത്രമായിട്ടല്ല, അതൊരു ആശയത്തിൻ്റെ പേര് തന്നെ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ദേവി സൂചിപ്പിക്കുകയാണ്. കാരണം അക്കാലത്ത് ന്യൂയോർക്കിലുള്ള എന്താണ് കൊളോണിയൽ പ്രസ് എന്ന പ്രസ് മാത്രമല്ല, മറ്റ് ലോകത്തിലെ എല്ലാ ബ്രിട്ടീഷുകാരുടെ പ്രസ്സുകളിലും ഇത്തരം പുസ്തകങ്ങൾ തന്നെയാണ് അച്ചടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഒരു കൊളോണിയലിസ്റ്റ് അജണ്ട ഉണ്ടായിരുന്നു എന്നും GN ദേവി ഇവിടെ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഓറിയന്റലിസം എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ദി അബവ് കംപ്ലിസിറ്റി ക്യാൻ ബി സീൻ അറ്റ് വർക്ക്, ദോ അറ്റ് ലെസ് കോൺസ്പിക്യൂസ് ലെവൽ, ഇൻ ദ സ്കോളേഴ്സ് ഹാൻഡ്ലിംഗ് ഓഫ് ദ ലാംഗ്വേജ് ക്വസ്റ്റ്യൻ. ഇതേ കംപ്ലിസിറ്റി, ഇതേ ഭാഗഭാക്കാകുന്ന ഒരു അവസ്ഥ. എന്തിൻ്റെ ഭാഗഭാക്കാകുക? കൊളോണിയലിസത്തിൻ്റെ. മനസ്സിലായി? അതായത് ഓറിയന്റലിസം എന്ന ഈ പഠന മേഖല അതൊരു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു മേഖല മാത്രമല്ല, പഠന വിഷയം മാത്രമല്ല, അത് കൊളോണിയലിസത്തിൻ്റെ ഒരു വക്താവായിട്ട് മാറുകയാണ്. ഈ പഠന മേഖല തന്നെ കൊളോണിയലിസത്തിൻ്റെ ഉപകരണമായിട്ട് മാറുകയാണ്, സാമ്രാജ്യത്വത്തിൻ്റെ ഉപകരണമായിട്ട് മാറുകയാണ്. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് ഭാഷ. ഭാഷ എങ്ങനെ ഒരു കൈകാര്യം ചെയ്തു എന്ന ചോദ്യം, ലാംഗ്വേജ് ക്വസ്റ്റ്യൻ. This becomes important because this was the key issue abated by the literati, especially the Anglicists and the Orientalists in both India and Britain, for over 3 decades in the early years of the 19th century, till it was finally resolved by Macaulay's Minute on Indian Education. ഭാഷാപരമായൊരു ചോദ്യം 19ാം നൂറ്റാണ്ടിലെ ചർച്ച ചെയ്യായിരുന്നു. അതിനൊരു സെറ്റിൽമെന്റ് വരുന്നത് മെക്കോളേസ് മിനിറ്റ്സോട് കൂടിയാണ്. The establishment in 1917 of Hindu College in Calcutta, an institution meant to propagate secular values through modern English education, but which nevertheless flaunted a non-secular banner in its name, is a significant moment in this debate. കാൽക്കട്ടയിൽ സ്ഥാപിച്ച ഹിന്ദു കോളേജ് സെക്യുലർ ആണ്, മതപരമല്ല, എന്നാൽ പേരിൽ ഒരു മതമുണ്ട്. ഇത് തന്നെ അബ്സേർഡാണ്. ഈ ഡിബേറ്റിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ദാറ്റ് ഹാസ് ബീൻ ക്യാരക്ടറൈസ്ഡ് ബൈ കോൺട്രഡിക്ഷൻസ് ആൻഡ് പാരഡോക്സസ്. അപ്പോൾ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം, മോഡേൺ എഡ്യൂക്കേഷൻ എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്. ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ സ്ഥാപിച്ച കോളേജാണെങ്കിൽ ഹിന്ദു കോളേജ്. അപ്പോൾ അവിടെ എന്ത് സെക്യുലർ വാല്യൂ ഉള്ളതെന്നാണ് GN ദേവി ചോദിക്കുന്നത്. ഔട്ട്വേർഡ്ലി ദി ഓറിയന്റലിസ്റ്റ് വേ അഗേൻസ്റ്റ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഇൻ പ്ലേസ് ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ. പുറമേ ഈ ഓറിയന്റലിസ്റ്റുകൾക്കൊരു അജണ്ട ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് കൊണ്ടുവരണ്ട എന്നുള്ളത്. കാരണം അപ്പോൾ സാൻസ്ക്രിറ്റും പേർഷ്യനും എന്ത് ചെയ്യും? പേർഷ്യൻ ഭാഷയാണ് ഈ ഇസ്ലാമിക് എംപയറിൻ്റെ ഭാഷയായിട്ട് അക്കാലത്ത് ഉണ്ടായിരുന്നത്, മുഗൾ എംപയറിൻ്റെ. സാൻസ്ക്രിറ്റ് ആണ് അതിന് മുമ്പിലുണ്ടായിരുന്ന ഈ സോക്കോൾഡ് ഹിന്ദു സംസ്കാരത്തിൻ്റെ എന്നാണ് പറയുന്നത്. Perhaps they earnestly believed, contrary to the position taken by many social reformers in India, that this was a gravely mischievous step to take for the British administration in India. ഇംഗ്ലീഷ് കൊണ്ടുവരുന്നത് തെറ്റാണെന്നായിരുന്നു അവരുടെ വിചാരം. ബട്ട് ദ ഡീപ് സീറ്റഡ് ഐഡന്റിറ്റി ഓഫ് ideological interest between the Orientalists and the British government on one hand and the Orientalists and the Anglicists on the other can be seen in refusal of all to honor the presence of India represented by its regional languages. എന്നാൽ മറുവശത്ത് റീജിയണൽ ഭാഷകളെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് ഈ കൂട്ടർക്കെല്ലാം ഒരു പൊതു സ്വഭാവമായിരുന്നു. Looking at things in retrospect, we realize that the real dispute was not between Orientalists and Anglicists. അതായത് ഓറിയന്റലിസ്റ്റുകളും ഇംഗ്ലീഷ് ഭാഷ വേണമെന്ന് പറയുന്നവരാണ് ആംഗ്ലിസിസ്റ്റ്. അവരും തമ്മിലായിരുന്നില്ല. ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേണ്ട, സംസ്കൃതവും പേർഷ്യനും മതി എന്ന് പറയുന്നവരാണ്. ഇങ്ങനെ 2 കൂട്ടരുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരിൽ അക്കാലത്ത് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇന്ത്യൻ റൈറ്റിംഗ്സിൽ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പഠിച്ചത് മെക്കോളേസ് മിനിറ്റ്സ്, പിന്നെ അതിന് ശേഷം ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നു എന്നൊക്കെയാണ്. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറത്ത് കഥകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. GN ദേവി നമ്മളോട് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാർ തന്നെ 2 ഡിവൈഡഡ് ആയിരുന്നു അവർ. ഓറിയന്റലിസ്റ്റുകൾ പറയും ഇവിടെ സംസ്കൃതം മതി, ഇതാണ് കൾച്ചർ. ഈ ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അല്ലെങ്കിൽ പേർഷ്യൻ മതി, അതാണ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ തനത് കൾച്ചർ. നമ്മൾ ഇന്നും അങ്ങനെ പറയുന്നവരില്ലേ? ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യൻ പഴമയാണെന്നൊക്കെ. അപ്പം അത് ബ്രിട്ടീഷുകാരുടെ ഈ ഓറിയന്റലിസ്റ്റുകൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതൊരു കൊളോണിയൽ സ്ട്രാറ്റജിയാണത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നതാണ് കൊളോണിയൽ സ്ട്രാറ്റജി. അത് കൊളോണൈസേഷൻ്റെ മറ്റൊരു രീതിയാണ്, കൊളോണിയൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. എന്നാൽ ഇതേ ബ്രിട്ടീഷുകാർക്ക് തന്നെ ഇവിടെ സംസ്കൃതവും പേർഷ്യനും മാത്രം മതി, അത് മാത്രം ഇവിടെ പഠിപ്പിച്ചാൽ മതി, പുരാണ ഇതിഹാസങ്ങൾ പഠിച്ചാൽ മതി, അതാണ് ഇന്ത്യൻ കൾച്ചർ, ഒറിജിനൽ ഇന്ത്യൻ കൾച്ചർ എന്നുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു.
അതിന്റെ പിന്നിൽ അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Looking at things in retrospect, we realize that the real dispute was not between Orientalists and the Anglicists, but between regional or local cultures and the big event represented by the great tradition of Indian culture that both the Orientalists and the Anglicists in their own separate ways popped up. ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ തർക്കം ഉണ്ടായിരുന്നത് ശരിക്ക് റീജിയണൽ കൾച്ചർ അല്ലെങ്കിൽ ലോക്കൽ കൾച്ചറും നമ്മുടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഗ്രേറ്റ് ട്രഡീഷനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അതാണ് കോൺഫ്ലിക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് സംസ്കൃതം വേണോ ഇംഗ്ലീഷ് വേണോ എന്ന കോൺഫ്ലിക്റ്റ് വലിയതായിരുന്നില്ല. അതിലും വലിയ കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ജി എൻ ദേവ് പറയുന്നത്. ആ കോൺഫ്ലിക്റ്റ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞതുപോലെ ഓറിയന്റലിസ്റ്റുകളും ആംഗ്ലിസിസ്റ്റുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനേക്കാൾ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. അതെന്താണ്? പ്രാദേശിക സംസ്കാരങ്ങൾ, അതായത് ഇന്ത്യയിലെ ഓരോ പ്രദേശത്തുമുള്ള ചെറിയ ചെറിയ കൾച്ചർ, ചെറിയ ചെറിയ ഭാഷകൾ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് വിളിക്കുന്ന ഈ റിയാലിറ്റി, ആ കൾച്ചേഴ്സും ഇന്ത്യയുടെ ഗ്രാൻഡ് ട്രഡീഷൻ എന്ന് അവകാശപ്പെടുന്ന കൾച്ചറും വേദിക് കൾച്ചറും ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ജി എൻ ദേവ് അഭിപ്രായപ്പെടുന്നത്. മെക്കോളെ ഡിഡ് നോട്ട് വാണ്ട് ടു ഡു ബിസിനസ് വിത്ത് ദ റീജിയണൽ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളുമായിട്ട് മെക്കോളേക്ക് യാതൊരുവിധ കണക്ഷനും അദ്ദേഹം ആഗ്രഹിച്ചില്ല. ആസ് ഹിസ് മിനിറ്റ് മേക്സ് ക്ലിയർ, the colonizers' objective in spreading English education was to form a class of persons who could be depended upon in interpreting the land and culture of India for the Britisher, a class immortalized in Macaulay's oft-cited phrase, Indian in blood and color, but English in taste and opinion. ഇങ്ങനെയുള്ളൊരു ജനത ഉണ്ടാക്കുകയായിരുന്നു മെക്കോളയുടെ ഉദ്ദേശം. നിറത്തിലും രക്തത്തിലും ഇന്ത്യൻ, പക്ഷേ അവർ ആശയങ്ങളിലും ഇഷ്ടങ്ങളിലുമൊക്കെ ഇംഗ്ലീഷ്. അങ്ങനത്തെ ഒരു പുതിയ ക്ലാസ്സിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു മെക്കോളയുടെ ഉദ്ദേശം. കാരണം റീജിയണൽ കൾച്ചറുമായി ഇടപെടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. The Orientalists and the Anglicists both concurred with this view enshrined in the minute. ഈ ഒരു ആശയത്തോട്, അതായത് നമ്മൾ എന്തിനീ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യണം, നമുക്കൊരു ഗ്രാൻഡ് കൾച്ചർ, കോമൺ കൾച്ചർ മതി, അതിനോട് നമുക്ക് ഇടപെടാൻ വളരെ എളുപ്പമാണ്, അത് ഇംഗ്ലീഷിലായിക്കോട്ടെ. ഇങ്ങനെ ഒരു സൗകര്യത്തിൻ്റെ ഭാഷയാണ് മെക്കോളെ തൻ്റെ മിനിറ്റ്സിൽ അവതരിപ്പിക്കുന്നത്. ഇതിനോട് എഗ്രി ചെയ്യുകയാണ് ഓറിയന്റലിസ്റ്റുകളും ആംഗ്ലിസിസ്റ്റുകളും എല്ലാവരും. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് ജി എൻ ദേവി പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അപ്പം നല്ല രസമില്ല ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വൺ മൈറ്റ് പെർസീവ് എ സട്ടിൽ ട്രാൻസിഷൻ of intellectual authority taking place here, a symbolic exchange, so to say, between the past glories of Sanskrit and the present powers of English. ഒരു ട്രാൻസിഷനാണ് ശരിക്കും ഇത്, ഒരു എക്സ്ചേഞ്ച് ആണ് ശരിക്കും. സംസ്കൃതം ഇംഗ്ലീഷുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇംഗ്ലീഷ് സംസ്കൃതത്തിനോട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. പൗരാണിക സംസ്കൃതത്തിൻ്റെ ആ മഹത്വം ആധുനിക ഇംഗ്ലീഷിൻ്റെ ശക്തിയായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. The Orientalists and through their work, the elite public opinion in India appear to be conceding the modernized, anglicized presence of India to the colonial rulers in return for an acknowledgement of the glories of the country's Vedic and Sanskrit past. ഇപ്പോൾ ഇന്ത്യയിലെ എലീറ്റുകൾ, ഇന്ത്യയിലെ പ്രധാനികൾ, ഓക്കെ, കൾച്ചറലി അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്ന, ഇന്ത്യയിലാണെങ്കിൽ അപ്പർ കാസ്റ്റിലുള്ള അങ്ങനെയുള്ള ആൾക്കാർ ഇതിനോട് അഗ്രി ചെയ്യുകയാണ് എന്ന് പറയാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടും അതുപോലെ തന്നെ ബ്രിട്ടീഷ് അജണ്ടയോട് അവർ അഗ്രി ചെയ്യുന്നു. Nigel Leask has aptly described in a related context reverse acculturation എന്നാണ് ലീസ്ക് ഈ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്നത്. റിവേഴ്സ് അക്കൾച്ചറേഷൻ. എങ്ങനെയാണ് ഇന്ത്യൻസ് സംസ്കൃതത്തിൻ്റെ ആ പഴയ മഹത്വത്തെ ഇംഗ്ലീഷിന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. The process involved a legitimization of the colonial rule, whose burden it was to recover the past glories and traditions of India that had fallen into decay, arguably under the Muslim rule. ഇതനുസരിച്ച് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ എലീറ്റിനോട് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരോട് പറയുന്ന ഒരു അജണ്ടയാണിത്. എന്താണ് അവരോട് പറയുന്നത്? എന്താ? നമ്മൾ നിങ്ങളുടെ പഴയ സംസ്കാരത്തെ, അതായത് ആൻഷ്യൻ്റ് പാസ്റ്റിനെ, സംസ്കൃത സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കും, പുതിയ രീതിയിൽ കൊണ്ടുവരും. അത് തകർന്നത് മുസ്ലിം ഇൻവേഷൻ കൊണ്ടാണ്. അതിനെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ പൗരാണികതയെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇത് അഭിപ്രായപ്പെടുന്നത്. This perhaps is how Said should make sense to us.
For if we followed this logic, what Said said was that the imperialists used the Orientalists' intellectual mastery over India's past to legitimize and reinforce their own physical control of the present. അപ്പോൾ ഇന്ത്യയുടെ പാസ്റ്റിനെ, ഇന്ത്യയുടെ ഭൂതകാലത്തെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ടാണ്, എന്താണ്, നിയമവൽക്കരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പാസ്റ്റിനെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രസന്റിൽ തങ്ങളുടെ അധികാരത്തെ സ്ഥാപിക്കാനായിട്ട് ഈ കോളനൈസർ, സാമ്രാജ്യത്വവാദി ശ്രമിക്കുന്നത്, ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത്. അപ്പോൾ ബ്രിട്ടന്റെ സാമ്രാജ്യത്വത്തിന്റെ ഒരു പ്രത്യേക അജണ്ട അങ്ങനെയായിരുന്നു എന്നാണ് ജി.എൻ. രവി അഭിപ്രായപ്പെടുന്നത്. അതായത് ഇന്ത്യൻ അപ്പർ കാസ്റ്റിലുള്ള ഇന്ത്യയുടെ ഉള്ളിൽ ജനങ്ങളെ അധികാരത്തിൽ നിർത്തിയിരുന്നവരോട്, ഇന്ത്യൻ എലീറ്റിനോട്, ഉന്നത ജാതിയിൽപ്പെട്ടവരോടും സാമൂഹികമായ ഉന്നമനത്തിൽ സ്ഥിതി ചെയ്യുന്നവരോടൊക്കെ ബ്രിട്ടീഷുകാരുടെ അപ്രോച്ച് ഇങ്ങനെയായിരുന്നു. അതായത് ഇന്ത്യയുടെ പുരാതന സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരും, നമ്മുടെ പാസ്റ്റ് ഗ്ലോറി തിരിച്ചു കൊണ്ടുവരും, പഴയ കാലം, അതായത് ഈ പൗരാണിക വേദിക് കൾച്ചർ, ഉപനിഷത്ത് വേദിക് കൾച്ചർ, അത് നഷ്ടപ്പെട്ടു പോയത് ഇന്ത്യക്ക് മുഗൾ അധിനിവേശവും ഇസ്ലാമിക് അധിനിവേശം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരും. ഇതാണ് ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒരു മോഹന വാഗ്ദാനം. ഇതുവഴി, അതായത് നിങ്ങളുടെ പാസ്റ്റ് ഭയങ്കരമാണ്, നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഇന്നത്തെ അധികാരത്തെ, അത് നമ്മളാണത് ചെയ്യുന്നത്, നമ്മൾ ഉത്തരവാദിത്തമാണ് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഭരിക്കുന്നത് പിന്നെ ഇന്ത്യയെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ പറയുന്ന പോലെ സ്ട്രാറ്റജിയിലൊക്കെ ക്രമേണ ബ്രിട്ടീഷുകാർ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ മതപരമായ രണ്ട് വിഭാഗമായില്ലേ ഓൾറെഡി. ഹിന്ദു മുസ്ലിം വിഭാഗം അവിടെ വ്യത്യാസം വന്നില്ലേ, മതപരമായ വർഗീയത അവിടെ വന്നില്ലേ. അപ്പോൾ ഇങ്ങനെ വർഗീയമായ തരത്തിലുള്ള ഒരു അപ്രോച്ചും കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് ജി.എൻ. രവി നമ്മളെ വ്യംഗ്യമായിട്ടെങ്കിലും ഓർമ്മപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാം. കാരണം ഈ ഇന്ത്യയുടെ ആൻഷ്യൻ പാസ്റ്റ് എന്നതിനെ വളരെ കൃത്യമായി തന്നെ, നേരത്തെ ഹിന്ദു കോളേജ് എന്ന നാമം പോലും ജി.എൻ. രവി സൂചിപ്പിക്കുന്ന അതാണ്. വളരെ വ്യക്തമായി തന്നെ മതപരമായ രീതിയിലാണ് ബ്രിട്ടീഷുകാർ അതിനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതാണ് ദ ലാംഗ്വേജ് ക്വസ്റ്റ്യൻ. ഭാഷയുടെ പ്രശ്നമാണ് അടുത്തത്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ആൻഡ് നോട്ട് ഓൾവേസ് as fast. This is what we are to gather from the recurrence of the debate on the feasibility of using the English language by Indians for creative purposes in post-independence India. But what scholars like Buddhadev Bose and P. Lal could not prove through their theoretical preambulations in the 50s and 60s, the novelists of Rushdie's generation a few years later have shown through practice that the language question, framed as a question pertaining to the perceived spontaneity of creative expression, after all, was non-question as far as politics of writing was concerned. ഭാഷാപരമായ ചോദ്യത്തിലേക്കാണ്. ചരിത്രം ആവർത്തിക്കുന്നു പലപ്പോഴും എന്നാണ് ജി.എൻ. രവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യക്കാർ ക്രിയേറ്റീവായ ആവശ്യങ്ങൾക്ക് കഥകളൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ. ബുദ്ധദേവ് ബോസ് അതുപോലെ പി ലാൽ എന്നിവർ, അവർക്ക് ആ രണ്ട് റിസർച്ചേഴ്സും ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ഒരു കാര്യമാണ്. 50കളിലും 60കളിലും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട കാര്യം, റഷ്ഡിയെ പോലെയുള്ള ഒരു നോവലിസ്റ്റ് തൻ്റെ പ്രാക്ടീസ് കൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട് ശരിയായിട്ട് കാണിച്ചു കൊടുത്തു. അതായത് ഇംഗ്ലീഷ് ഭാഷയെ നോവൽ എഴുതാൻ ഉപയോഗിക്കാം, കഥ എഴുതാൻ ഉപയോഗിക്കാം. അത് ഒരു ചോദ്യമേ അല്ല. പ്രത്യേകിച്ച് എഴുത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഉപയോഗിക്കാം. വൺ കുഡ് എക്സെൽ ആൻഡ് പ്രൂവ് ടു ബി എ ക്രിയേറ്റീവ് ജീനിയസ് ഇൻ ആൻ ഏലിയൻ ലാംഗ്വേജ്. ഒരു വിദേശ ഭാഷയാണ് ഏലിയൻ ലാംഗ്വേജ് ഇംഗ്ലീഷ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഭാഷയെ ഉപയോഗിച്ച് മഹത്തരമായ സാഹിത്യ സൃഷ്ടി ഉണ്ടാക്കാൻ തെളിയിച്ചു കൊടുത്തു റഷ്ദിയെ പോലുള്ള എഴുത്തുകാർ. ഇവേഡിങ് ഇൻ ദ പ്രോസസ് ഓൾ ക്വസ്റ്റ്യൻസ് പെർട്ടൈനിങ് ടു ദ പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ്. പൊളിറ്റിക്സ് ഓഫ് റൈറ്റിങ്ങിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ചെയ്യാമെന്ന് തെളിയിച്ചു കൊടുത്തു. ദിസ് ഒബ്സർവേഷൻ ഗെയിൻസ് ഇമ്മെൻസ് വാല്യൂ when we remember that such politics was precisely what Bankim Chandra Chatterjee and M.M. Dutt were indirectly concerned with when they thought it fit to reject the English language as the medium of creative expression in the 19th century. ബങ്കിം ചന്ദ്രയും അതുപോലെ M.M. ദത്തും ഒക്കെ തന്നെ ഇംഗ്ലീഷ് ഭാഷ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതായത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യക്കാരെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരുന്നു 19ാം നൂറ്റാണ്ടിൽ. നല്ലത് പിന്നീട് പൊളിച്ചെഴുതാണ് റഷ്ദി, സൽമാൻ റഷ്ദിയെ പോലുള്ള ആ ജനറേഷനിൽപ്പെട്ട എഴുത്തുകാർ പൊതുവെ.
ഈവൻ അതിനു മുമ്പിലും നമുക്കറിയാലോ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരുണ്ടായിരുന്നല്ലോ. പക്ഷേ ആ സമയത്തൊക്കെ ഈ ഡിബേറ്റ് സ്ട്രോങ് ആയിരുന്നു. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുമ്പോൾ 1984 സമയത്താണ് സൽമാൻ റുഷ്ദി ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ കൊണ്ടുവരുന്നത്. അതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇന്റർനാഷണൽ ലെവലിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്, അവാർഡുകളൊക്കെ എത്തുന്ന ആ സമയത്താണ്. അതിന് മുൻപിലും ഇന്ത്യൻ ലിറ്ററേച്ചർ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗീതാഞ്ജലി ഉണ്ട്, അതുപോലെ അതിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർ.കെ. നാരായണൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ ഇംഗ്ലീഷ് ഒരു സ്റ്റാൻഡേർഡ് മീഡിയം എന്ന രീതിയിലേക്ക് ഗ്ലോബൽ ഇംഗ്ലീഷ് എന്ന ലെവലിൽ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. ആർ.കെ. നാരായണനായാലും അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ തർജ്ജമയായാലും ഒക്കെ തന്നെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലാണ് അത് പോകുന്നത്. റഷ്ദിയുടെ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അദ്ദേഹം ഈ നോവലിൽ, അദ്ദേഹത്തിൻ്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന നോവലിൽ അത് പ്രിഫസ് ആമുഖത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായ ഒരു പൊളിറ്റിക്സ് ആയിട്ട് അതിനെ ഉപയോഗിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യക്കാർ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർ, അതായത് നമ്മൾ തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ചായ വെക്കുന്നവർ, അല്ലെങ്കിൽ സാധാരണക്കാർ, നോർമലായിട്ടുള്ള കോമൺ മാൻ, അങ്ങനെ കോമൺ മാൻസ് ഇംഗ്ലീഷ് എന്താണെന്നുള്ളതാണ് കഥയിലെ ഡയലോഗിലൂടെയും മറ്റും സൽമാൻ റുഷ്ദി എടുത്ത് ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പുതിയ ജാലകം തുറക്കുന്നത് ഇന്ത്യൻ റിയാലിറ്റിയിലേക്ക്. മനസ്സിലായ? ഈ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്ന ഗ്രാമർ തെറ്റാത്ത ഇംഗ്ലീഷ് മാത്രമല്ല, അതിൻ്റെ അപ്പുറവും ഒരു ഇംഗ്ലീഷ് ഉണ്ടെന്ന് റഷ്ദി ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അവിടെയാണ് അത് വ്യത്യാസമാകുന്നത്. റഷ്ദിയുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. അതൊരു റൈറ്റർ അങ്ങനെ ധൈര്യപ്പെട്ടില്ല. പിന്നെ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വരുന്നു. പിന്നെ നിരവധി ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു നോർമൽ പാറ്റേൺ ആയിട്ട് മാറി. ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നൊരു ഐഡന്റിറ്റി തന്നെ 1990-കൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന ഒരു ഐഡന്റിറ്റി ഈ പുതിയ ഭാഷയ്ക്ക്, ഇതൊരു പുതിയ ഭാഷയാണെന്നും ഒരു പുതിയ ഡയലക്റ്റ് തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ എന്നും അതിന് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പേര് വിളിക്കാമെന്നൊക്കെയുള്ള ഐഡിയ എം.കെ. നായികിനെ പോലെയുള്ള സ്കോളേഴ്സ് 90-കളിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം വരുന്നത്. And certainly one should also remember that the writers of Rushdie's generation are working in an altered cultural environment in which literature itself has been enlisted in the service of an unscrupulous global and globalized economic order by contemporary capitalism. റഷ്ഡിയുടെ ജനറേഷനിൽ എഴുത്തുകാർ എഴുതുന്നത് ഒരു ഗ്ലോബൽ സ്പേസ് തന്നെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ആദ്യകാല എഴുത്തുകാർക്കൊന്നും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല അതുവരെ. ഇന്ത്യയിൽ എഴുതുന്നവർക്കൊന്നും വളരെ റെയറായിട്ട് മാത്രമേ ഒരു ഗ്ലോബലി പോയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് എഴുതുന്നവരാണ് കൂടുതലും അക്കാലത്ത്. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എഴുതുന്നവർക്ക് ഗ്ലോബൽ സ്പേസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. ആർ.കെ. നാരായണൻ ഒരു എക്സെപ്ഷനാണ്. മറ്റുള്ളവർക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ച് വന്ന് ഒരുപാട് ലോകം സഞ്ചരിച്ചവരൊക്കെ ഇംഗ്ലീഷിൽ എഴുതുന്നത്. അല്ലാതെ ഇന്ത്യയിൽ ജീവിച്ചവരൊരിക്കലും ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഒരു എക്സെപ്ഷൻ അരുന്ധതി റോയ് മാത്രമാണ്. സൽമാൻ റുഷ്ദി പോലും ആ ഒരു എക്സെപ്ഷൻ അല്ല. അദ്ദേഹവും ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണ് ഈ നോവലൊക്കെ എഴുതുന്നത്. അപ്പം അതും അതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജി.എൻ. ദേവിനെ കുറിച്ചൊന്നും പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. സിൻസ് ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് ടു ഗോ into the details of that development, let us leave that aspect unelaborated for the present. അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. This problem concerning the language of literature will appear to be more relevant in a discussion of Indian literature, as literature is always written in specific language. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള ചർച്ചയിലേക്ക് അതിനെ മാറ്റി വെക്കുകയാണ് ജി.എൻ. ദേവി. ഇവിടെ വേണ്ടാന്ന് പറയാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഇന്ത്യൻ സാഹിത്യം എഴുതാൻ വേണ്ടി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാമോ എന്ന ചോദ്യമാണ് ഇവിടെ ജി.എൻ. ദേവി അഡ്രസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. O.V. Vijayan, who brought about a radical change in the literary sensibility of the Malayalam leaders in the 1960s. With his groundbreaking novel, Khasakinte Itihasam 1969, was in the habit of saying that one knows a region by its characteristic fauna. The variety of fish that one gets in Chennai will be different from that one gets in Mumbai, Tunis or Manchester. ഒരു നാട്ടിലെ ജീവികളെ നോക്കിയിട്ടാണ് ആ നാട്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടതെന്നാണ് O.V. വിജയൻ പറയുന്നത്. മത്സ്യങ്ങളെ നോക്കിയാൽ നാട് മനസ്സിലാവുന്ന, ഓരോ നാട്ടിലെയും മത്സ്യങ്ങൾക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ a place name can act as a metaphor for a whole lot of characteristics, and this would include a smell of the fish one eats that make up the identity of the people who inhabit the place. ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഒരാൾ കഴിക്കുന്ന മത്സ്യത്തിൻ്റെ മണം തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. മത്തിയുടെ ഒക്കെ മണം എന്നൊക്കെ പറയുന്ന പോലെ language, a system of metaphors at a certain level, can also be treated as a metaphor for the system built up
അറൗണ്ട് എ പ്ലേസ്. ഭാഷയും അതുപോലെയാണ്. ഓരോ ഭാഷയും ഓരോ നാടിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. കണ്ണൂർ ഭാഷ കണ്ണൂരിൻ്റെ ഭാഗമാണ്. വൺ ഈസ് നോൺ ബൈ ദ ലാംഗ്വേജ് വൺ സ്പീക്സ്. ഒരാൾ സംസാരിക്കുന്ന ഭാഷയാണ് ഒരാളെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത്. കണ്ണൂർകാരനാണോ കാസർഗോഡുകാരനാണോ എന്നൊക്കെ. This is one reason why theorists say that language is ideological. What this implies for theorists of Indian literature, however, is that an exclusive focus on the language of literature would render unsustainable for formulations like a literature written in several languages. ഒരുപാട് ഭാഷകൾ എഴുതപ്പെട്ട സാഹിത്യം എന്ന അത് കോൺസെപ്റ്റ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിലനിൽക്കുന്ന ഒന്നല്ല. കാരണം ഭാഷയും സാഹിത്യവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വൺ മൈ ടോക്ക് അബൌട്ട് ഹിന്ദി ലിറ്ററേച്ചർ, തമിഴ് ലിറ്ററേച്ചർ, ബംഗാളി ലിറ്ററേച്ചർ, ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാം. ബിക്കോസ് ദീസ് ആർ കൈൻഡ്സ് ഓഫ് ലിറ്റ് ഇറേഷ്യർ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ലാംഗ്വേജസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് കൾച്ചേഴ്സ്. ലിറ്ററേച്ചർ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഓരോ കൾച്ചറിൻ്റെയും സ്പെസിഫിക് ഒരു കളർ ഈ ഭാഷയിലുണ്ട്. അതുകൊണ്ട് തന്നെ ബട്ട് ക്യാൻ വൺ ടോക്ക് അബൌട്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ അൺലെസ് by that one means as many 19th century Orientalists did Sanskrit literature, or as several present-day Western critics mean Indian English literature. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട സാഹിത്യമാണോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യമാണോ? ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് എന്താന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ. ദിസ് ക്വസ്റ്റ്യൻ എമിനേറ്റ്സ് centrally from the politics of writing, and in this sense is closely affiliated to the question that agitated the minds of the like of M.M. Dutt and Bankim Chandra in 19th century. അതാണ് നേരത്തെ പറഞ്ഞ എം എം ദത്തും ബങ്കിം ചന്ദ്രയൊക്കെ പറഞ്ഞ പോലെ ഈ സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അവിടെ നമ്മൾ എത്തുകയാണ്. ഭാഷയുടെ ഒരു രാഷ്ട്രീയം. ഇന്ത്യൻ സാഹിത്യം ഏത് ഭാഷയിൽ എഴുതിയാൽ അതിന് ഇന്ത്യൻ സാഹിത്യം എന്ന് വിളിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം, ഇംഗ്ലീഷിൽ എഴുതിയാൽ അത് ഇന്ത്യൻ സാഹിത്യമാകുമോ എന്നുള്ള കോംപ്ലക്സ് ആയ ഒരു ചോദ്യം. ഇതാണ് എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന കോംപ്ലക്സ് ആയ സങ്കീർണമായ ഒരു പ്രശ്നം. It is in this context that the observation regarding the Orientalist constitution of Indian literature becomes a fact of critical significance. ഈ സാഹചര്യത്തിലാണ് ഈ ഓറിയൻ്റലിസ്റ്റ് ഐഡിയ പ്രധാനപ്പെട്ടതാകുന്നത്. ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച് ഓറിയൻ്റലിസ്റ്റുകൾ എന്ത് പറഞ്ഞു? If the real specimens of Indian literature are to be found in the regional languages of India, the chimera colonial literature that exists outside the nation's linguistic system must be construed as an invention of somebody. യഥാർത്ഥ ഇന്ത്യൻ സാഹിത്യം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ട സാഹിത്യമാണെങ്കിൽ നമ്മൾ ഈ വിളിക്കുന്ന ഭീകരസത്വം എന്ന് വിളിക്കുന്ന ഭീകരസത്വത്തെ പോലെയുള്ള ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന വാക്കിനെയാണ് ഭീകരസത്വം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, കൈമേറ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഭീകരസത്വം അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന വാക്ക് പുറമേയുള്ള ആരോ ഉണ്ടാക്കി വെച്ചൊരു വാക്കല്ലേ? ഇന്ത്യൻ സാഹിത്യം ഇന്ത്യയിലെ പ്രാദേശിക സാഹിത്യമാണെങ്കിൽ ഓക്കെ, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കോമൺ ആയിട്ടുള്ളൊരു സാഹിത്യം ശരിക്കും ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ദ സ്കോളർ നിരഞ്ജൻ റോയ് ഹാസ് ബീൻ ക്വയറ്റ് എംഫാറ്റിക് അബൌട്ട് ദിസ് പോയിന്റ്. നിരഞ്ജൻ റോയ് പറയുന്നു, ലിറ്ററേച്ചർ ഇസ് ആബ്സല്യൂട്ട്ലി ലാംഗ്വേജ് ബേസ്ഡ്. And language being a cultural phenomenon, it is all but wholly conditioned by its locale and sophisticated socio-historical forces that are in operation through the ages in that particular locale. ഭാഷ അതൊരു പ്രദേശത്തിൻ്റെതാണ്. അത് സാമൂഹ്യ രാഷ്ട്രീയ ശക്തികളാണ് രൂപം കൊടുക്കുന്നത്. If that be so, one may reasonably argue that the literature of a given language will have its own specific character of form and style, images and symbols, nuances and association, etc. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ചിഹ്നങ്ങളും അർത്ഥങ്ങളും തലങ്ങളും അനുഭവ തലങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭാഷ വലിയൊരു ചോദ്യചിഹ്നമായ ആവശ്യം. അതാണ് ലാംഗ്വേജ് പ്രോബ്ലം എന്ന ഈ സെക്ഷന് പേര് കൊടുക്കുന്ന ലാംഗ്വേജ് പ്രോബ്ലം. അപ്പോൾ ഭാഷ തന്നെ വലിയൊരു പ്രശ്നമാണെന്നർത്ഥം. അടുത്താണ് പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ്, എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള വിഷയമാണ് അടുത്തത്. എഴുത്തിൻ്റെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ്. നമ്മൾ നേരത്തെയും ഇതേ ഫ്രേസ് തന്നെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു അല്ലേ? ദത്തിൻ്റെയും ബങ്കിം ചന്ദ്രയുടെ ഒക്കെ തന്നെ കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞു. അവരുടെ ആശയങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന് വീണ്ടും നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഈ പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ക്ലാസ് കേട്ടല്ലോ, കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് കരുതുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന കോൺസെപ്റ്റ് പഠിക്കാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ
കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.